വംശനാശത്തിൻ്റെ വക്കിലെത്തിയ ഒരു ജീവിവർഗത്തെ കൂടി നിലനിർത്തിയിരിക്കുകയാണ് നാഷണൽ ഡയറി ഡെവലപ്മെൻറ്റ് ബോർഡ്. ഇന്ത്യയുടെ തദ്ദേശ കന്നുകാലി ഇനമായ പൂങ്കന്നൂർ പശുവിനെയാണ് കൃത്രിമ ബീജസങ്കലനത്തിലൂടെ പുനരുജ്ജീവിപ്പിച്ചിരിക്കുന്നത്. തിരുപ്പതി ക്ഷേത്രപ്രദേശത്ത് നൂറ്റാണ്ടുകളായി ആരാധിക്കപ്പെടുന്നതും മികച്ച രീതിയിൽ പാൽ നൽകുന്നതുമായ ഇനമാണ് പുങ്കന്നൂർ പശു. ഇന്ത്യയിലെ ഏറ്റവും സാംസ്കാരികമായി പ്രാധാന്യമുള്ളതും വംശനാശ ഭീഷണി നേരിടുന്നതുമായ തദ്ദേശീയ കന്നുകാലി ഇനങ്ങളിൽ ഒന്നാണ് പുങ്കന്നൂർ പശു. നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡാണ് പുനരുൽപാദന സാങ്കേതിക വിദ്യകളിലൂടെ ആദ്യത്തെ പുങ്കന്നൂർ കന്നുകുട്ടിയെ പുനർജീവിപ്പിച്ചത്. നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡിന്റെ ഗുജറാത്തിലെ ആനന്ദ് ലാബിനാണ് ഈ നേട്ടം സ്വന്തമായിരിക്കുന്നത്. ഉയർന്ന കൊഴുപ്പുള്ള പോഷകസമൃദ്ധമായ പാലിന് പേരുകേട്ട ഈ കുള്ളൻ ഇനത്തിന് 70 മുതൽ 90 സെന്റിമീറ്റർ മാത്രം ഉയരവും 115 മുതൽ 200 കിലോഗ്രാം ഭാരവുമാണുള്ളത്. പ്രതിദിനം 3 മുതൽ 5 ലിറ്റർ പാൽ മാത്രമേ ഇവയിൽ നിന്ന് ലഭിക്കൂ. ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള ലോകത്തിലെ ഏറ്റവും ചെറിയ തദ്ദേശീയ കന്നുകാലി ഇനങ്ങളിൽ ഒന്നാണിത്. പതിറ്റാണ്ടുകളായി നടന്ന സങ്കര പ്രജനനം കാരണം പുങ്കാനൂരിലെ പശുക്കളുടെ എണ്ണം കുത്തനെ കുറയുകയായിരുന്നു.